ബേക്കലിലെ കടൽത്തീരത്ത് ഓരോ വൈകുന്നേരവും ഒരാളെത്തും. അവന്റെ പേര് റിയാസ്. കയ്യിലൊരു പഴയ കവറുണ്ടാകും. അവനത് തുറന്നു വായിക്കും, പിന്നെ വീണ്ടും അടച്ച് കടലിലേക്ക് നോക്കും. ആ കത്തെഴുതിയത് ഒരാൾ മാത്രം. അവളുടെ പേര് നൈന. വർഷങ്ങൾക്കു മുമ്പ് റിയാസും നൈനയും അതേ കടൽത്തീരത്ത് ആദ്യമായി കണ്ടുമുട്ടി. അവൾ ചിത്രങ്ങൾ വരയ്ക്കുന്ന പെൺകുട്ടി, അവൻ കവിതകൾ എഴുതുന്ന യുവാവ്. കടലിനൊരിക്കലും ഒറ്റപ്പെടൽ തോന്നില്ലല്ലോ, നൈന ഒരിക്കൽ ചോദിച്ചു. റിയാസ് ചിരിച്ചു. അതിന്റെ ഓർമ്മകൾ തിരമാലയായി തിരിച്ചുവരുമല്ലോ. അവരുടെ പ്രണയം പതിയെ വളർന്നു. ഓരോ വൈകുന്നേരവും അവർ കടൽക്കരയിലിരിക്കും. അവൾ മണലിൽ ചിത്രങ്ങൾ വരയ്ക്കും, അവൻ കവിതകൾ വായിക്കും. ഒരു ദിവസം നൈന അവനൊരു കത്ത് നൽകി. ഇതിപ്പോൾ വായിക്കരുത്, അവൾ പറഞ്ഞു. എപ്പോൾ? അവൾ കടലിലേക്ക് നോക്കി. നിനക്കെന്നെ ഏറ്റവും അധികം മിസ് ചെയ്യുന്ന ദിവസം. അതിനുശേഷം അവൾ നഗരത്തിലേക്ക് പോയി. ആദ്യം വിളികളുണ്ടായിരുന്നു, സന്ദേശങ്ങളുണ്ടായിരുന്നു. പിന്നെ ധീരെ ധീരെ എല്ലാം നിശബ്ദമായി. റിയാസ് ഓരോ ദിവസവും കടൽ തീരത്തെത്തും, പക്ഷെ കത്ത് തുറക്കില്ല. വർഷങ്ങൾ കടന്നു. ഒരു മഴയുള്ള വൈകുന്നേരം അവൻ ആദ്യമായി ആ കത്ത് തുറന്നു. അതിലെഴുതിയിരുന്നത്: നീ ഈ കത്ത് വായിക്കുമ്പോൾ ഞാൻ നിന്റെ അടുത്തുണ്ടാകില്ല, പക്ഷെ ഞാൻ നിന്നെ വിട്ടുപോയിട്ടില്ല. ചില പ്രണയങ്ങൾ ഒരുമിച്ച് ജീവിക്കാനല്ല, ഒരാളെ ശക്തമാക്കാനാണ്. റിയാസിന്റെ കണ്ണുകൾ നിറഞ്ഞു. അതേസമയം അവന്റെ അടുത്തൊരു പെൺകുട്ടി വന്നു നിന്നു. ക്ഷമിക്കണം, ഇവിടെ ഇരിക്കാമോ? അവൾ ചോദിച്ചു. അവൻ മിണ്ടാതെ തലകുനിച്ചു. അവളുടെ പേര് ഹിബ. അവൾ ഒരു എഴുത്തുകാരി. കടലിന്റെ ശബ്ദം കേൾക്കാനായിരുന്നു അവൾ അവിടെ വന്നത്. നീ കരയുകയാണോ? അവൾ മൃദുവായി ചോദിച്ചു. റിയാസ് കത്തുമടക്കി. ഒരു പഴയ കഥ വായിക്കുകയായിരുന്നു. ഹിബ ചെറുതായി ചിരിച്ചു. പഴയ കഥകൾക്ക് പുതിയ അവസാനം കിട്ടാം. അടുത്ത ദിവസങ്ങളിൽ അവർ വീണ്ടും കണ്ടുമുട്ടി. ഹിബ അവന്റെ കവിതകൾ വായിച്ചു. റിയാസ് വീണ്ടും എഴുതാൻ തുടങ്ങി. ഒരു ദിവസം ഹിബ ചോദിച്ചു, നിനക്കിപ്പോഴും അവളെ സ്നേഹമുണ്ടോ? റിയാസ് കടലിലേക്ക് നോക്കി. ചിലരെ നമ്മൾ മറക്കില്ല, പക്ഷെ കൊച്ചിയിലെ ഒരു ചെറിയ കഫേയിൽ ജനൽക്കരികിലെ അവസാന ടേബിൾ എപ്പോഴും ഒരാൾക്കായി മാറ്റിവെച്ചിരിക്കും. ആ ടേബിളിൽ ഓരോ ശനിയാഴ്ചയും ഒരു യുവതിയെത്തും. അവളുടെ പേര് അനഘ. അവളൊരു കപ്പ് ബ്ലാക്ക് കോഫി ഓർഡർ ചെയ്യും, പിന്നെ മഴ നോക്കി മിണ്ടാതെയിരിക്കും. കഫേയിലെ ജീവനക്കാർക്ക് പോലും അവളുടെ കഥ അറിയില്ലായിരുന്നു. പക്ഷെ അവളുടെ കണ്ണുകളിൽ എപ്പോഴും ഒരു കാത്തിരിപ്പുണ്ടായിരുന്നു. വർഷങ്ങൾ മുമ്പ് അതേ ടേബിളിൽ അവൾ ഒരാളോടൊപ്പം ഇരുന്നിരുന്നു. അവന്റെ പേര് വിവേക്. അവരാദ്യമായി കണ്ടുമുട്ടിയത് മഴയുള്ള ഒരു വൈകുന്നേരമായിരുന്നു. ഈ സീറ്റ് ഒഴിവാണോ? വിവേക് ചോദിച്ചു. അനഘ ചിരിച്ചു. മഴ ഇഷ്ടമുള്ളവർക്ക് മാത്രം. ആ ദിവസം മുതൽ എല്ലാ ശനിയാഴ്ചയും അവർ അവിടെ കാണും. മഴ, കോഫി, നീണ്ട സംസാരങ്ങൾ. പതിയെ അത് പ്രണയമായി. ഒരു ദിവസം വിവേക് പറഞ്ഞു, എനിക്ക് ദൂരേക്ക് പോകണം, ജോലിക്കായി. അനഘയുടെ ചിരി മങ്ങി. അപ്പോൾ നമ്മുടെ ശനിയാഴ്ചകൾ? വിവേക് അവളുടെ കൈ പിടിച്ചു. മഴ പെയ്യുന്ന ഓരോ ശനിയാഴ്ചയും ഞാൻ നിന്നെ ഓർക്കും. അവൻ പോയി. ആദ്യ ദിവസങ്ങളിൽ കോളുകളുണ്ടായിരുന്നു, പിന്നെ സന്ദേശങ്ങൾ കുറയാൻ തുടങ്ങി. ഒടുവിൽ നിശബ്ദത മാത്രം. പക്ഷെ അനഘ ഓരോ ശനിയാഴ്ചയും ആ കഫേയിലെത്തി. അതേ ടേബിൾ, അതേ കോഫി. ഒരു ദിവസം കനത്ത മഴ പെയ്യുമ്പോൾ ഒരു യുവാവ് അവളുടെ ടേബിളിന് സമീപം വന്നു. ക്ഷമിക്കണം, ഇവിടെ ഇരിക്കാമോ? എല്ലായിടവും ഫുള്ളാണ്. അവൾ മന്ദമായി തലകുനിച്ചു. അവന്റെ പേര് ആദിൽ. അവനൊരു ഫോട്ടോഗ്രാഫർ. മഴയുടെ ചിത്രങ്ങൾ എടുക്കാനായിരുന്നു അവൻ അവിടെ വന്നത്. നീ എല്ലാ ശനിയാഴ്ചയും ഇവിടെ വരാറുണ്ടോ? അവൻ ചോദിച്ചു. അനഘ ജനലിലേക്ക് നോക്കി. അതെ, ഒരു പഴയ വാഗ്ദാനം കൊണ്ടാണ്. ആദിൽ കൂടുതലൊന്നും ചോദിച്ചില്ല. പക്ഷെ അടുത്ത ശനിയാഴ്ചയും അവൻ അവിടെയുണ്ടായിരുന്നു. പതിയെ അവർ സംസാരിക്കാൻ തുടങ്ങി. ആദിൽ അവളെ ചിരിപ്പിച്ചു. അവൾ വീണ്ടും കോഫിയുടെ രുചി ആസ്വദിക്കാൻ തുടങ്ങി. ഒരു ദിവസം ആദിൽ ചോദിച്ചു, നീ ഇപ്പോഴും അവനെ കാത്തിരിക്കുകയാണോ? അനഘ കുറച്ചു നിമിഷം മിണ്ടാതെ നിന്നു. ചില കാത്തിരിപ്പുകൾ ശീലമാകും. ആദിൽ മൃദുവായി പറഞ്ഞു. പക്ഷെ ചില ആളുകൾ പുതിയ തുടക്കമാകും. ആ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ പതിഞ്ഞു. അടുത്ത ശനിയാഴ്ച മഴ പെയ്യുമ്പോൾ
അനഘ ആദ്യമായി 2 കോഫി ഓർഡർ ചെയ്തു. ആദിൽ ചിരിച്ചു. ഇപ്പോൾ ഈ സീറ്റ് ഒഴിവല്ലല്ലോ. അവൾ ജനലിലൂടെ മഴ നോക്കി ചിരിച്ചു. കാരണം ചില പ്രണയങ്ങൾ അവസാനിക്കും, പക്ഷെ മഴ പോലെ ജീവിതം വീണ്ടും പുതിയ കഥകൾ കൊണ്ടുവരും.